മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. പൊതുവേ ഉള്ളൊരു പ്രശ്നം മലയാളികൾ നന്നായി കുടിക്കുന്ന ആൾക്കാരാണ്. അതൊരു ജനറലൈസേഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? രണ്ട് നിൽപ്പനടിച്ച് വരിക അങ്ങനത്തെ പരിപാടിക്ക് അപ്പുറത്തേക്ക് അതെന്താണെന്നൊന്ന് പറയാം. നിൽപ്പിന് നിങ്ങൾ ഒറ്റ വലിക്ക് അടിച്ചിട്ട് പോവാന്നുള്ളത്. അപ്പൊ ഇരുന്ന് സമയം എടുത്തടിച്ചാൽ ഇരിപ്പൻ. പണി പോയിനോ രണ്ടെണ്ണം അടിച്ചിട്ട് ആരുടെ നെഞ്ചത്ത് പോയി കയറാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അടിച്ചാ വയറ്റി കിടക്കുക. ലഹരി മാത്രമാണ് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ലഹരി ഒബ്വിയസ്ലി ഒരു പ്രശ്നമാണ്. ആണല്ലേ രണ്ടടിച്ചെന്ന് വെച്ചാൽ എന്തുവാ? രണ്ട് ബാഗ് അടിച്ചിട്ടും വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഞാൻ കഴിക്കാത്ത ആളാ. സിഗരറ്റ് പോലും വലിക്കുന്നില്ല. സിഗരറ്റ് പോലും വലിക്കുന്നു. മാന്യനായ ചെറുപ്പക്കാരൻ. സിഗരറ്റ് വലിക്കാത്തതുകൊണ്ട് ഇപ്പൊ മാന്യനാണെന്ന് പറയാൻ പറ്റിയല്ല. പെരുമ്പാവൂർ എന്ന് പറയുമ്പോഴല്ലോ പെരുമ്പാവൂരാണല്ലേ പെരുമ്പാവൂരുകാർക്ക് ഇപ്പോൾ ഒരു നാണക്കേടാണ്. നാണക്കേടാണ്. ഓ അവിടെ പോകുന്ന ഇതിനാണല്ലേ. ജെൻസി സിന്തറ്റിക് ആണെന്ന് പറയുന്നത്, മദ്യമൊന്നുമല്ല സിന്തറ്റിക് ആണെന്ന് പറയുന്നത്. ആ രാസലഹരിക്ക് പിന്നാലെയാണ് ഈ പിള്ളേരെല്ലാം നശിച്ചു എന്നുള്ള രീതിയിലാണ്. കോട്ടയം പാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അച്ചായമാർ നിങ്ങളൊക്കെ മറ്റേ കഴിച്ചില്ല പിന്നെ എന്നാന്നൊരു ചോദ്യമുണ്ട്. കോട്ടയത്തെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡ്രിങ്കിങ് കൾച്ചറുള്ള സ്ഥലമായിട്ടാണ് കാണുന്നത്. സ്കൂളിൽ വാട്ടർ ബോട്ടിലിൽ വ്യാജ മദ്യമായിട്ട് വരികയാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ. എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ട് കൊണ്ട് പൈസ മേടിച്ച് വിൽക്കുന്നു. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. കുട്ടേട്ടനെ കാണുന്നുണ്ട് നമ്മൾ വാഴ സിനിമയ്ക്കകത്ത്. ശരിക്കും ഞാനൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളുകൾക്കിടയിൽ അടുത്തായിട്ട് ഇതേപോലെയുള്ള കുട്ടേട്ടന്മാരുണ്ട്. ഞാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. മൂപ്പർ എന്റെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയെന്ന് ഓപ്പണായി പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ 100 അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. ബോമർലിയുടെ പോലെ മുടി നീട്ടി വളർത്തിയവരെ അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ കഞ്ചാവാണത് തിരിച്ചറിയാൻ പറഞ്ഞ പ്രമുഖ പത്രം ഇറക്കി വിട്ടിരുന്നു. 80% കുറ്റകൃത്യങ്ങളും അതിന്റെ പിന്നിൽ ഒരു ലഹരിയുടെ അംശമുണ്ട്. കേരളം ഇതിന്റെ ഒക്കെ ഒരു കേന്ദ്രമായി എന്നുള്ളൊരു ലേബലിംഗ് വരുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അതൊരു തോന്നലല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ സൊറ നമ്മൾ തുടങ്ങുകയാണ്. സംതിങ് റാഷണൽ ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ലഹരിയാണ്. ഒരിക്കലും കാലഹരണപ്പെടാത്ത, ഒരിക്കലും അപ്രസക്തമാകാത്ത, എപ്പോഴും സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുള്ള ലഹരി എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇന്നും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ തൂഫാനുണ്ട്, മാരകമായ ഈ യുവതലമുറയെ ബാധിക്കുന്ന ലഹരി ഉപയോഗമുണ്ട്, ഈ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്, സിനിമയിലെ ലഹരി ഉപയോഗമുണ്ട്, നാട്ടിൽ നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ എന്നാ? അതെ അതെ. അതിൽ ആദ്യത്തെ എൻ്റെ ചോദ്യം, ഇന്ന് സമൂഹം നേരിടുന്ന, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ലഹരിയാണോ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള കാര്യമില്ല. പിന്നെ പലപ്പോഴും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കുറ്റത്തിനെയും, ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, അതിനകത്തൊക്കെ ലഹരി ഒരു പാർട്ടായിട്ട് വരുന്നുണ്ടാവാം, പ്ലേ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പൊതുവേ ഉള്ളൊരു പ്രശ്നം മലയാളികൾ നന്നായി കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ജനറലൈസ് ചെയ്ത് പറയരുത്. അല്ല, അത് മലയാളികളിൽ കുടിക്കുന്നവരും അത്രേ ഉള്ളൂ. അതന്നെ, മലയാളികൾ നന്നായി കുടിക്കുന്നു പറയുമ്പോൾ നല്ല രീതിയിൽ കുടിക്കുന്നതാണോ അതോ കുടിക്കുന്നു എന്നുള്ളതല്ല, നല്ല കുടിക്കുന്ന ആളുകളാണ്. അത് ഇവിടുത്തെ ഡാറ്റ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിനെ പറ്റിയിട്ട് ഒരു തുറന്ന ചർച്ച, അല്ലെങ്കിൽ മദ്യപാനം ആയിക്കോട്ടെ, ബാക്കി ലഹരി ഉപയോഗം ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള ചർച്ചയൊന്നും ഇവിടെ നടക്കില്ല. മദ്യപാനം തെറ്റാണെന്ന്, കുടിക്കുന്നവർ വരെ മദ്യപാനം വളരെ തെറ്റാണെന്ന് പറയുന്ന ഒരു സൊസൈറ്റി. അതായത് ചുരുക്കി പറഞ്ഞാൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയല്ല, പക്ഷേ ലഹരി ഒരു വലിയ പ്രശ്നമാണ്. ലഹരി പ്രശ്നമാണ്. പിന്നെ അതല്ല, അതായത് ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ലഹരിയിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വിട്ടുപോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തെ അടി ഉണ്ടാവാനുള്ള കാരണം ലഹരി മാത്രമായിരിക്കണം എന്നില്ല. ലഹരി ശരീരത്തിൽ വരുന്ന സമയത്ത് ഇയാൾ കയറി അടിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ എപ്പോഴും എളുപ്പം എന്ന് പറഞ്ഞാൽ ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാസീവ് ക്യാമ്പയിനൊക്കെ വേണം. പക്ഷേ കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്തും, അത് കഴിഞ്ഞാൽ പോകും. ഞാൻ ഒരു ചോദ്യം അതിനോട് ചേർത്തിട്ട് ചോദിക്കുകയാണ്. നമ്മൾ ദിവസം ഒരുപാട് വാർത്തകൾ കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഈ ന്യൂസ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം കൂടുതലും ഈ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു 80% കുറ്റകൃത്യങ്ങളും അതിൻ്റെ പിന്നിലൊരു ലഹരിയുടെ ഒരു അംശമുണ്ട്. കൊലപാതകം ആയിക്കോട്ടെ, ഗാർഹിക പീഡനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട് കയറിയുള്ള ആക്രമണം ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള അതിന് ആദ്യത്തെ നമ്മുടെ ചോദ്യം തന്നെ അതായിരിക്കും, ലഹരി ആണോ കാരണം എന്നൊരു ചോദ്യം തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു 80% ലഹരി ഉണ്ട്. അതൊരു വസ്തുതയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ലഹരി മാത്രം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരാളുടെ ബേസിക് ആയിട്ടുള്ളൊരു നേച്ചർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അതായത് നമ്മൾ ഈ കേരളത്തിൽ ലഹരി കാരണമാണ് ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കേസുകൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെയും ഈ പറയുന്ന പോലെ ക്രിമിനൽ കേസുകൾ ഉണ്ടാവും. ആളുകൾ മദ്യം യൂസ് ചെയ്യുന്നവരുണ്ടാവും, ലഹരി യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്നത് പോലെ ഇതാണ് കാരണമെന്നില്ല. പിന്നെ ആളുകളുടെ മെന്റാലിറ്റി, നമ്മൾ വളരുന്ന സാഹചര്യം, ഇതൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ച് മുമ്പേ അന്ന പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാത്രമാണ് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ലഹരി ഒബ്വിയസ്ലി ഒരു പ്രശ്നമാണ്.
അല്ല, ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും അക്രമം നടത്തുന്നില്ല, നടത്തണമെന്ന് എല്ലാവരും പറയാൻ തല്ലാൻ പറ്റില്ല. പോകുന്നില്ല, അതെ. എല്ലാവരും കൊല്ലാൻ പോകുന്നില്ല, അതെ. എല്ലാവരും പ്രശ്നക്കാരും അതെ, അല്ല അത് നമ്മൾ അല്ല, അത് ഡ്രിങ്ക് ചെയ്യുന്ന മൊത്തം രീതിയാണ്. അളവ് അത് എങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ഡ്രിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഡ്രിങ്ക് ചെയ്യുന്നവരുണ്ട്, ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലഹരി യൂസ് ചെയ്യുന്ന ശരി. ആളുകൾ. അപ്പോൾ സ്നേഹയിലേക്ക്, അതായത് ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പലപ്പോഴും ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട, എന്നാൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു വിഷയമാണ്. ഇപ്പോഴും ഇത് കാണുന്ന ഒരു 50% പേർക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം, അറിയാമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്താണ് സംഭവം? 2 അടിച്ചിട്ട് ആരുടെ നെഞ്ചത്ത് പോയി കയറാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് സാധനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിച്ചാൽ വയറ്റിൽ കിടക്കുക. അടിച്ചാൽ വയറ്റിൽ കിടക്കുക. നമ്മൾ എന്താ പറയുക, മദ്യപാനം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ദേഷ്യം തീർക്കാനോ അങ്ങനെ ആവരുത് മദ്യപാനം. നമുക്കൊന്ന് എൻജോയ് ചെയ്യാനാണെങ്കിൽ അടിക്കാം. അടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഡാൻസ് കളിക്കണോ, നിങ്ങളുടേതായ മറ്റുള്ളത് ഒരു കൈ അകലത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നമുക്കൊന്ന് ഡാൻസ് കളിക്കണമെങ്കിൽ, ഒന്ന് പാട്ട് പാടണമെങ്കിൽ, നമ്മുടെ സ്റ്റേജ് ഫിയർ മാറണമെങ്കിൽ 2 അടിക്കേണ്ട കാര്യമുണ്ടോ? അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു തോന്നലല്ലേ? അത് ഇപ്പൊ എനിക്ക് അങ്ങനെ വേണമെന്നുണ്ടാവില്ല, പക്ഷെ വേറെ ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. അപ്പൊ അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവാൻ ജനറലൈസേഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? നോർമലൈസേഷൻ ഉണ്ടോ? മദ്യപാനം നീ തന്നെ കുറച്ച് തന്നെ പറഞ്ഞല്ലോ, അക്സെപ്റ്റ് ചെയ്യേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഇവിടെയുള്ള ഏത് ജനിക്കുന്ന കൊച്ചിനും അറിയാം ഇതൊന്നും നല്ലതല്ല ശരീരത്തിന് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും കുടിക്കുന്നത്. പക്ഷെ ചിലവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, ചില ഒക്കേഷനിൽ അല്ലെങ്കിൽ ഒരു കല്യാണം ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യണമെങ്കിൽ 2 അടിക്കണം എന്ന് വിചാരിച്ച് ആരുടെ ഇപ്പം അടിച്ചിട്ട് മറ്റേ കോണ് തെറ്റിപ്പോയി ഭാര്യനെ 2 കൊടുക്കാൻ, അങ്ങനെ ഒരു ഭാര്യ എനിക്ക് വേണമെന്ന് മോഹൻലാൽ പറഞ്ഞാൽ അങ്ങനെ അതല്ല ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി 2 അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് പോയി 2 തല്ലാം, അച്ഛനെ അമ്മേനെ തെറി പറയാൻ, അതിനായിരിക്കരുത് ഡ്രിങ്കിങ്. മര്യാദയ്ക്ക് നമുക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ഉപദ്രവം ഉണ്ടാവാത്ത തരത്തിൽ വേണമെങ്കിൽ 2 അടിക്കാൻ തെറ്റല്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. എന്റെ ഒരു ഇതിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ടോണി അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയത്? അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം അന്നയും ഭാവനയൊക്കെ പറഞ്ഞു, ഇപ്പം ലഹരി കൊണ്ട് മാത്രമല്ല ക്രൈമുകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ലഹരി കൊണ്ടും നടന്ന ക്രൈമുകളുണ്ട്. അതായത് ലഹരി ഉപയോഗിച്ചതിൻ്റെ പേര് മാത്രം ഇപ്പം ഈ അച്ഛനെ അമ്മയൊക്കെ കൊന്ന കേസുകളൊക്കെ അവർ പറയുന്നത് ലഹരി ഉപയോഗിച്ച ആ സമയത്ത് എനിക്ക് അത് എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ലഹരി അല്ല, ആ പോയിന്റിൽ എനിക്ക് തോന്നിയില്ല ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാള് പോയിട്ട് അന്നത്തെ ദിവസം ഇന്ന് ഞാൻ കുറച്ച് ലഹരി ഉപയോഗിച്ചു, ഇന്ന് ഞാൻ ഇത്ര കുടിച്ചു, മദ്യമുണ്ട്. ഇപ്പം മദ്യം ഇപ്പൊ അല്ലെങ്കിൽ മറ്റേ ഉപയോഗിക്കുന്ന ഇപ്പൊ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ വളരെ സുലഭമായി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മൾ എല്ലാവരും വായിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. സിമ്പിൾ ആയിട്ടും ചോദിച്ചോട്ടെ, ഇപ്പോ പെട്ടെന്ന് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത്, ഇപ്പൊ നമ്മൾ ഇത്ര സമയം സംസാരിച്ചതിൽ കൂടുതലും മദ്യമാണ് ലഹരി എന്നൊരു ഫീലിലേക്ക് വരുന്നുണ്ട്. ശരിക്കും ഏതൊക്കെ ലഹരി ഐറ്റംസ്, ഏതൊക്കെ ലഹരി വസ്തുക്കളെ കുറിച്ച് അറിയാം? ഒന്ന് പേര് പറയും. മദ്യം, കഞ്ചാവ്. ഇപ്പൊ മദ്യം എന്നുള്ളത് ഇവിടെ വളരെ പോപ്പുലർ ആണ്. ഇപ്പം സിഗരറ്റ് ഉപയോഗം നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയെ ബാധിക്കുന്നത് ശ്വാസകോശത്തിനും ഹാർട്ട് ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഹാർട്ട് സർജൻസിനോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാരും പറയുന്നത് സിഗരറ്റ് പുകവലി ആരോഗ്യത്തിന് കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ്സിന്റെ പേര് ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിന്റെ ഒന്നും കൃത്യമായിട്ടുള്ള ഓരോ പേരും അറിയില്ല, വളരെ ടെക്നിക്കൽ ടേംസ് ആണ്. MDMA എന്നാണ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. LSD സ്റ്റാമ്പ്, MDMA, അല്ലെങ്കിൽ ഇപ്പൊ കഞ്ചാവ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ അത് എനിക്കറിഞ്ഞൂടാ. പിന്നെ നമുക്ക് കേൾക്കാലോ, നമ്മൾ സ്ഥിരം വാർത്ത കാണുന്ന ആളുകളല്ല. ഇപ്പൊ മലാന ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങളില് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് മലാന എന്ന് പറയുന്നത് ഹിമാചലിലെ വില്ലേജിനാണ്. അങ്ങനെ ലൈക്ക് ഓരോ ടൂറിസ്റ്റ് പ്ലേസസിലും അവിടെ ഓർഗാനിക് ആയിട്ട് രീതിയിലുണ്ട്. മാജിക് മഷ്റൂം എന്ന് പറയുന്നത് കൊടൈക്കനാലിൽ വളരെ ഫേമസ് ആയിട്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ വാർത്തകളിൽ കാണുന്നതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം അറിവുണ്ടായിരിക്കുന്നത് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ടോണി, എൻ്റെ ഒരു ചോദ്യം, നമ്മൾ വാർത്തകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനും കൂടി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഒരു 100 കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലതരത്തിലുള്ള പേരുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പോലും ഒരു പൊതുസമൂഹത്തിൽ നിന്നിട്ടേ ഇത് പറയുമ്പോൾ എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്നൊരു പേടിയുണ്ട്. അതെ, നമ്മൾ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഡെയിലി അതുപോലത്തെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഹൈബ്രിഡ് സാധനങ്ങൾ വരുന്നത്, കഞ്ചാവ്, ഇപ്പൊ
നമ്മളിപ്പോൾ ഈ പേരുകൾ കേൾക്കും നമ്മളത് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നോർമൽ കഞ്ചാവ് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ സിന്തറ്റിക്കിൻ്റെ ഒരു ഇതും കൂടെ ചേർന്നിട്ടുള്ള സാധനം. നമ്മളിപ്പോൾ വണ്ടിയുടെ കാര്യത്തിലൊക്കെയാണ് ഹൈബ്രിഡ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പറഞ്ഞ ലഹരിയിലും ഈ സാധനം വന്നിട്ടുണ്ട്. ഇപ്പം അന്നെ പറഞ്ഞ പോലെ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് ആ വലിക്കുന്ന ആൾക്ക് മാത്രമേ ദോഷം വരുന്നുള്ളൂ. ഒരു സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞാൽ ആൾ പോയി വേറെ ആളെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ സിന്തറ്റിക് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം അല്ല സിന്തറ്റിക്കിന്റെ ഉണ്ട്, പക്ഷെ പറയുന്ന മദ്യപാനം അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല നേരത്തെ ടോണി പറഞ്ഞ ഒരു സാധനത്ത് പറഞ്ഞ സിഗരറ്റ് വലിക്കുന്ന ആള് നേരെ പോയിട്ട് മറ്റൊരാളെ അടിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ കഞ്ചാവ് വലിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഒന്നല്ല. ചിലർ ഈ പറഞ്ഞ സാധനം ഉപയോഗിച്ചാൽ അവരെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പോയിട്ട് മറ്റൊരാളെ തല്ലില്ല എന്നുള്ള ഒരു സാധനത്തിന്റെ ഉറപ്പ് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പം പക്ഷെ MDMA ഉപയോഗിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാൾ മദ്യം കുറച്ച് 3-4 പെഗ് കഴിക്കുന്ന ഒരാളെ പോയിട്ട് തല്ലു എന്നുള്ള ഒരു സാധനം പറയുന്നു. അത് ഇച്ചിരി നോർമലൈസ്ഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴാണോ നമ്മളൊരു പ്രശ്നക്കാരനായിട്ട് മാറുന്നത്, ഒരു മനുഷ്യൻ പ്രശ്നക്കാരനായിട്ട് മാറുന്നത്? ശാസ്ത്രീയമായിട്ട് ഈ സാധനത്തിന് പറയാനുള്ള ഒരു അറിവ് എനിക്കില്ല. ഇപ്പൊ ഇത്ര അളവിന് ഇപ്പൊ ഓരോരുത്തരുടെയും ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു മദ്യപാനത്തിന് ചിലർക്ക് ഇപ്പൊ നമ്മൾ കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ മദ്യപാനത്തിന്റെ ഒരു കൾച്ചർ ഉണ്ട്. പരിധിക്ക് അപ്പുറമൊന്നുമില്ല. 2 ബാഗ് അടിച്ചിട്ടും വഴക്കുണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ ഈ ഒരു ലഹരിക്ക് അടിമയായി പോവാന്ന് പറയുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോഴേ കൈ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ മദ്യപാനത്തിന് അടിമയാണ്. അയാൾക്ക് ഒരു ദിവസം കഞ്ചാവ് വലിച്ച് ആ യൂണിവേഴ്സിലേക്ക് പോയില്ലെങ്കിൽ അയാൾ ആ കഞ്ചാവിന് അടിമയാണ്. ഈ MDMA പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് സൊസൈറ്റി കൂടെ നടക്കുന്ന ആളുകളുണ്ട്. ഏതറ്റം വരെയും അങ്ങനെയായിരിക്കും ക്രൈമുകൾ സംഭവിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. ഇത് കൈവിട്ട കേസിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ജീവിതം മുഴുവൻ നഷ്ടപ്പെടും. ധ്യാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. മൂപ്പർ എന്നെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയെന്ന് ഓപ്പണായി പറഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ 100 അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കി ഇനി എന്റെ ശരീരം കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം തന്നെ തീരുമാനം എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഇത്ര അനുഭവങ്ങൾ ഉണ്ടല്ലോ. ശരി, അപ്പൊ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ അവിടെയല്ലേ നിയമത്തിന്റെ പ്രസക്തി? ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഒരു മാസം സംതിങ് ആയിട്ട് ഇപ്പോൾ തന്നെ 5000-ലധികം ആളുകളെ പിടികൂടി, ഒരു 4000-ഓളം കേസുകൾ, കിലോ കണക്കിന് MDMA, അതോടൊപ്പം എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്, കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു മഹായജ്ഞം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഡെയിലി കാണുന്നുണ്ട്. ഇപ്പം ഈ അതിഥി തൊഴിലാളികളെ ആണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവരെക്കാട്ടിലും കൂടുതൽ ഇപ്പം നമ്മുടെ മലയാളീസും അതുപോലെ വേറെ സംസ്ഥാനത്ത് തന്നെ ഈ പറഞ്ഞ തൊഴിലിന് വേണ്ടി മാത്രമായിട്ട് വരാതെ ഇങ്ങനെ ഈ കച്ചവടത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും ഒരുപാട് ഇപ്പൊ ഡെയിലി. അതുപോലെ തന്നെ ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള വളരെ ഹരിതാപപരമായ ഭംഗിയുള്ള നല്ല പുഴയുള്ള അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം ഇന്ന് അതിന്റെ അവസ്ഥ പെരുമ്പാവൂർ എന്ന് പറയുമ്പോഴെല്ലാം പെരുമ്പാവൂരാണല്ലേ നാണക്കേടാണ്. അവിടെ പോകുന്ന ഇതിനാണല്ലേ ആ രീതിയിലേക്ക് പെരുമ്പാവൂർ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് മാറിയതാണ് ആ സ്ഥലം ഈ രീതിയിലേക്ക് മാറിയത്. സംസ്ഥാനക്കാരിൽ ഒരു വിഭാഗം ആളുകൾ, ഒരുപാട് നല്ല ആളുകളുണ്ട്. പക്ഷെ അവരുടെ വരവാണ് ഏറ്റവും കൂടുതൽ അതിനെ ബാധിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ അവരെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞത് അവരെ ഉപയോഗിക്കുന്ന മലയാളികളില്ല എന്നുള്ളതുണ്ട്. അതായത് ഈ ഒരു വിഭാഗം ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള അതിക്രമങ്ങൾ, ലഹരി ഉപയോഗിച്ചിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപയോഗം കൂടുന്നു എന്ന് അറിയുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ സ്റ്റേറ്റ് അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡെഫിനറ്റ്ലി ഉണ്ട്. മാത്രമല്ല അതിന് വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ഗുണം തോന്നിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ദിവസം റെയ്ഡ് നടത്തി പിടിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടെ വെച്ചിട്ട് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ സപ്ലൈ ചെയിൻ ഏതാണെന്നും ബ്രേക്ക് പോകുന്നുണ്ടോ? പക്ഷേ എൻ്റെ ഇതിനകത്തുള്ള ശബ്ദം അല്ല ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നാർക്കോട്ടിക്സ് ഡേറ്റി ബിസിനസ് എന്ന് പറയുന്നത് അത് അത്രയും വലിയൊരു സാമ്രാജ്യമാണ്. ഇപ്പം നമ്മളിപ്പം നാർക്കോ സീരീസ് കണ്ടു കഴിഞ്ഞാലും ബാക്കി എല്ലാത്തിലും കാണാം. ഈ ഒരു ലഹരി മരുന്ന് വിൽപ്പനക്കാരൻ ഇന്ന് തീരുമാനിച്ച് ഇന്ന് കൊണ്ടുപോയി ഒരു സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ട് ലഹരി വിൽക്കാൻ പറ്റില്ല. അവിടെയുള്ള രാഷ്ട്രീയ വശങ്ങൾ ഉണ്ടായിരിക്കാം. ഈവൻ ഇവിടെ സൊസൈറ്റിയിലുള്ള ഒരുവിധ എല്ലാ മീഡിയം പൈസ ഒഴുകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർക്കൊക്കെ ലഹരിയായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പൊ കാണുന്ന ഈ പകിട്ടിനും ഈ ആവേശത്തിമർപ്പിന്റെ അപ്പുറത്തേക്ക് ഇത് പോകുമെന്നുള്ള അത്രയ്ക്ക് അങ്ങ് പോകുന്ന വലിയ പ്രതീക്ഷ എനിക്ക് ഈ ഘട്ടത്തിലില്ല. നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത് ഇപ്പൊ ഈ ഉഡ്താ പഞ്ചാബ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ പഞ്ചാബ് ഭയങ്കരമായിട്ട് ഈ ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ട് വളരെ തകർന്ന രീതിയിലേക്ക് എത്തിയിരുന്നുള്ളൊരു സംസ്ഥാനമായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ കാണുന്നത് മാത്രമല്ല. പക്ഷേ ഒരു പ്രശ്നം വന്നത് എന്താ വെച്ചാൽ പഞ്ചാബ് എന്നുള്ള സ്ഥലത്തിന് അങ്ങനെ ഒരു
പേര് വന്നു. അതൊരു അതേപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടത്തിയിട്ട് നമ്മൾ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ കേരളം ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി എന്നുള്ളൊരു ലേബലിംഗ് വരുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ നേരത്തെ പെരുമ്പാവൂരിനെ പറഞ്ഞതുപോലെ ആ ഒരു സാധനത്തിന് സൊസൈറ്റി കുറച്ചും കൂടെ അങ്ങനെ ഒരു ഓപ്പറേഷൻ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേര് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ആ ഒരു ഉദ്ഘാടന ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ പറഞ്ഞാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ആദ്യം അംഗീകരിക്കണം, അഡ്രസ് ചെയ്യുക, പിന്നീട് ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും കാര്യക്ഷമമായിട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നില്ല, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു ചെറിയ നാണക്കേടായിട്ട്. ഉറപ്പായിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ കഴിക്കാത്ത ആളാണ്, അതായത് ഒരു ലഹരി ഉപയോഗിക്കുന്നില്ല. ലഹരി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്നെ പറഞ്ഞാൽ ലഹരി എല്ലാം ലഹരിയാണല്ലോ. നമ്മൾ സിഗരറ്റ് പോലും വലിക്കുന്നില്ല, സിഗരറ്റ് പോലും വലിക്കുന്നില്ല, മാന്യനായ ചെറുപ്പക്കാർ. അല്ല അത് കല്യാണം വലിക്കാത്തതുകൊണ്ട് ഇപ്പം മാന്യനാണെന്ന് പറയാൻ പറ്റില്ല. കുടിക്കുന്നതുകൊണ്ടും കള്ളു കുടിക്കുന്നതുകൊണ്ടും മാന്യനാണെന്ന് പറയാൻ ഏറ്റവും മോശമായി പെരുമാറുന്ന ആൾക്കാർ ഒരുപാട് വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. എല്ലാ ക്രിമിനലുകളും ഈ പറയുന്ന പോലെ സിഗരറ്റും ഇപ്പൊ ഞാൻ കുടിക്കാത്തോണ്ടും വലിക്കാത്തോണ്ടും ഞാനൊരു ക്രിമിനലാണെന്നാണ് പറയുന്നത്. അതാണ്. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതായത് ലഹരി ഉപയോഗിക്കുന്നവരിൽ മാന്യന്മാരുണ്ടാവാം, ലഹരി ഉപയോഗിക്കാത്തവരിൽ മാന്യന്മാരുണ്ടാവാം. ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ പെരുമാറുന്നുള്ളതാണ്. അവിടെ വേണമെങ്കിൽ പറയാം കുറച്ചും കൂടെ ഹെൽത്ത് നോക്കുന്ന ആളാണ് മനുഷ്യനായിരിക്കാം എന്ന് പറയാം. ആരോഗ്യം നോക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നില്ല? സ്വയം തീരുമാനമാണോ അതോ അതിനോട് താല്പര്യം തോന്നാഞ്ഞിട്ടാണോ? എന്താണ് അതിന്റെ ഒരു മോട്ടീവ്? രണ്ട് രീതിയാണ്. ഈ പറഞ്ഞ പോലെ ഹെൽത്തിന്റെ ഒരു കൺസേൺ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഇപ്പം ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. തോന്നി അയ്യെന്നല്ല, അതിനുള്ള ഒരു താല്പര്യം തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പം ഫ്രണ്ട് സർക്കിളിൽ കൂടുമ്പോൾ എല്ലാവരും കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അടുത്തിട്ട് നോക്കെ നിർബന്ധിച്ചാലും നമ്മൾ പറ്റിയല്ല, വേണ്ട എനിക്ക് താല്പര്യമില്ല, അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇതുവരെ ഒരു ഇത് കഴിക്കണം, ഇതിന്റെ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയാൻ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കോട്ടയത്ത് നിന്ന് വരുന്ന ഒരാളല്ലേ, കോട്ടയത്തിന് അങ്ങനെ ഒരു പേരില്ലേ? കോട്ടയത്തിന് അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എതിർക്കും. ഞാൻ കോട്ടയംകാരനാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൂട്ടത്തിൽ 2 കോട്ടയംകാരാണ്. ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാത്ത ആളാണ്. ഞാനത് അഭിമാനത്തോടെ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. അല്ല, പക്ഷേ പൊതുവേ ഈ പറഞ്ഞ കോട്ടയം പാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അച്ചായന്മാർ നിങ്ങളൊക്കെ മറ്റേ കഴിച്ചില്ല പിന്നെ എന്നാന്നൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അത് ഒരു സൈഡ് അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിച്ചിട്ട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? ഇഷ്ടംപടി ഇപ്പോഴെന്നും കുടിക്കാനും നമ്മൾ മറ്റേ ടച്ചിങ്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചില സമയത്ത് നമുക്ക് ഒരു ഭയങ്കര മടുപ്പായിട്ട് തോന്നാറുണ്ട്. കാരണം ഇവരെല്ലാം ഈ പറഞ്ഞ ഇതിന്റെ ഒരു ഇതിലോട്ട് മാറി കഴിയുമ്പോൾ നമ്മൾ മാത്രം നോർമലി നിൽക്കുമ്പോൾ അത് ഭയങ്കര മടുപ്പാ. അല്ല, ചിപ്സ് കഴിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ അതുപോലെ ചിപ്സ് കഴിക്കുന്നവരോട് ഒരു പുച്ഛമാണ്. അതെ അതെ, അങ്ങനെ നമ്മുടെ ചിപ്സ് തിന്നാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞു. കുറെ നാൾ മുന്നേ കഴിക്കുന്ന പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു കുറ്റമായിരുന്നു. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ കോട്ടയം പാലയുടെ കാര്യം പറഞ്ഞു. അച്ചായന്മാരെല്ലാം അച്ചായനായിട്ട് നീ ഒന്നും മദ്യപിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു കാസ്റ്റിന്റെ പേരിൽ അവർ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആൾ, അങ്ങനെ ഒരു തരംതിരിവിന്റെ ആവശ്യം ഉണ്ടോ? ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ പക്ഷെ അങ്ങനെയാണ് ഒരു പൊതുവെ ലഹരിക്കടിമയായി കോട്ടയംകാരനൊന്നും അല്ല നമ്മള് അങ്ങനെ പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, കോട്ടയത്തെ കുറച്ചും കൂടെ ഒരു കോട്ടയത്തെ ഞങ്ങളൊക്കെ ഞാൻ എന്റെ 2 കൂട്ടുകാരി. കോട്ടയംകാരിയാണോ? അല്ല, ഞാൻ കോട്ടയംകാരിയല്ല, ഞാൻ തൃശ്ശൂർകാരിയാണ്. തൃശ്ശൂരുകാർ എന്തുകൊണ്ടാണ് കോട്ടയംകാരെ? ഞാൻ പറയട്ടെ, കോട്ടയം ഭാഗത്ത് ജ്ഞാനായ കല്യാണം എന്ന് പറഞ്ഞ അവിടെയാണല്ലോ ജ്ഞാനായ ക്രിസ്ത്യൻസ് കൂടുതലുള്ളത്. അപ്പൊ അവരൊരു ചടങ്ങാന്ന് തോന്നുന്നു, മദ്യക്കുപ്പി പെണ്ണിന്റെ വീട്ടുകാർക്കും. എങ്ങനെ ഞാൻ എന്തോ ഒരു തവണ കണ്ടിട്ടുള്ളൂ. ചെറുക്കന്റെ വീട്ടുകാർ സിനിമയിലല്ല, ശരിക്കും ഞാൻ ഒറിജിനലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഒരു നടക്കുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളോ കോട്ടയംകാരെ അടിക്കലേ ചോദിക്കുന്നത് അതൊരു ചടങ്ങ്, അല്ലാണ്ട് കല്യാണം മരിച്ചിടക്കാലും ആമോദിസായാലും ഈ പറഞ്ഞ സാധനം ഇല്ലാതെ ഒരു പറ്റത്തില്ല. കാരണം അത് മരിച്ചിടക്കിനാലും ഇതില്ലെന്നാണ്. ഇത് എവിടെ വെച്ചേക്കുന്നത്, എവിടെ അറേഞ്ച് ചെയ്തേക്കെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ അതല്ല പറഞ്ഞത്, കോട്ടയത്തിന് ഒരു ബെറ്റർ ഡ്രിങ്കിങ് കൾച്ചർ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇപ്പം എന്താ പറയാ, മദ്യപാനം ഒരു ടാബു ആയിട്ടുള്ള കാര്യമാണ് സൊസൈറ്റിയിൽ. എന്നാൽ പോലും ഇതിനകത്ത് തന്നെ 2 ഉണ്ടല്ലോ. ഇപ്പം ആണുങ്ങൾ കുടിച്ചാൽ കുഴപ്പമില്ല, പെണ്ണുങ്ങൾ കുടിച്ചാൽ ഭൂമി ഇടിഞ്ഞു വീഴുന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതിനെ കുറച്ചും കൂടി ബ്രേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കോട്ടയംകാർ. അങ്ങനെയാണ് നമ്മളുടെ ഒരു എൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റിലുള്ള, അല്ലാണ്ട് കോട്ടയം മുഴുവൻ കുടിച്ച് നടക്കാനെന്നുള്ള സംഭവമല്ല. അവിടെ ആണുങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി എല്ലാവരും വീട്ടിലെ ഒരു ചെറുതായിട്ട് എല്ലാവരും കൂടുമ്പോൾ ഒന്ന് കുടിക്കുന്നു എന്നുള്ള ഒരു സാധനം.
അത് responsible drinking ന്റെ ഭാഗമാണ്. അത് കുറച്ചും കൂടി രസം എനിക്ക് അത് ആ സമയത്ത് ഒരു സന്തോഷം ആ അത്രയാണ് അവർ സമയം ഇത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 3-4 കുപ്പികൾ ഒറ്റയടിക്കിരുന്ന് അടിച്ചു തീർക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് 2 നിൽപ്പൻ അടിച്ചു വരിക, അങ്ങനത്തെ പരിപാടിക്ക് അപ്പുറത്തേക്ക് നിൽപ്പൻ ഇവിടെ വളരെ കോമൺ ആണ്. അതെന്താണെന്ന് ഒന്ന് പറയാം. കാരണം ചില ആളുകൾക്കെങ്കിലും അത് അറിവുണ്ടായിരിക്കില്ല. നല്ലൊരു വാക്കാണ് നിൽപ്പൻ. ബട്ട് സ്റ്റിൽ നിൽപ്പൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ നമുക്ക് അറിയാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ പോവുക, അടിക്കുക, നേരെ പോവുക. ചിലര് വെള്ളം പോലും ഒഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് പൂസാവുന്ന mind. അതായത് പുള്ളിക്ക് അല്ല നിൽപ്പനിൽ നിപ്പിൽ അടിച്ചിട്ട് വരിക, അതാ ഞാൻ പറയാം, അതായത് പതിയെയും പൂസാവും. പുള്ളിക്ക് അത് ഇരിക്കാൻ പോലും സമയമില്ല, നിന്ന് ഇപ്പം അടിച്ചിട്ട് അടുത്ത പരിപാടിക്ക് അതാണ് പോവാം. നിൽപ്പൻ. നിൽപ്പിന് നിങ്ങൾ ഒറ്റ വലിക്ക് അടിച്ചിട്ട് പോവാന്നുള്ളത് അത് വളരെ പൊട്ടയാണ് ശരീരത്തിന് എന്നുള്ളതുണ്ട്. ഇപ്പൊ അപ്പൊ ഇരുന്ന് സമയം എടുത്തടിച്ചാൽ ഇരിപ്പൻ. അങ്ങനെയില്ല. ഫണ്ണി ബോയ്. Thanks. അല്ല ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്ത്രീകൾ കുടിക്കുമ്പോൾ നമ്മൾ ഫാമിലിയിൽ ഇരുന്നിട്ട് ചെറുതായിട്ട് എല്ലാവരും ചേർന്ന് അടിക്കാന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നിലവിട്ട് അടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാവരും അതിനകത്ത് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അപ്പം ഓക്കെ, ഇപ്പം ഫാമിലിയിൽ നിന്ന് കുടിക്കുന്ന സമയം നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവും, അപ്പോൾ അവർ കാണേ നമുക്ക് എത്ര കുടിക്കാൻ പറ്റുന്ന ലെവലുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്ന ഒരു ഡിസിഷൻ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഡിസിഷൻ എടുത്തിട്ടാണ് ചെറുതായിട്ട് അടിക്കാന്നൊക്കെ വിചാരിക്കുന്നത്. ഞാൻ പറയാം, ആ രീതിക്ക് നമ്മൾക്ക് അതിന് വേണ്ട ഒപ്പം തന്നെ കഴിക്കേണ്ട ഭക്ഷണം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിപ്പം അതിൻ്റെ കൂടെ കഴിക്കേണ്ട ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചിക്കൻ ആണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു നല്ല ഹെൽത്തിങ് ഡ്രിങ്കിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ മദ്യം കഴിക്കുന്നതിനൊപ്പം തന്നെ അത്യാവശ്യം ഫുഡും കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് പെട്ടെന്ന് എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഒക്കെ വളരെ കുറച്ച് കുറവാണ്. എന്ന് കരുതി ഇങ്ങനെ അങ്ങ് കുടിക്കാം എന്നുള്ള നല്ല രീതിയല്ല പറയുന്നത്. കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പക്ഷേ അത് എത്ര എനിക്കറിയത്തില്ല. നമ്മള് ബേസിക്കലി മദ്യമാണ് കഴിക്കുന്നത്. എന്താണെന്നറിയോ, ഇപ്പൊ മദ്യപാനം തെറ്റാണ്. അപ്പൊ മദ്യപാനികൾ പറയാ, ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അടിക്കുന്നവൻ പറയാം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൂട്ടി കഴിച്ചാൽ ഹെൽത്തി ആണെന്നാണ്. ഞാൻ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, കഴിയുമെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു നിർവാഹം ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് കൂടെ ഭക്ഷണമൊക്കെ ഒഴിവാക്കാതെ ഒരു നിർവാഹം ഇല്ലെങ്കിൽ, ഒരു നിർവാഹം ഇല്ലാത്തവരാരാ? അതായത് മുഴുക്കുടിയന്മാര്. അപ്പൊ അവർക്ക് ഇപ്പം ഈ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മദ്യപിക്കുന്ന ഒരാളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് ഡോക്ടർമാർ ആദ്യം പറയുന്നത് എന്താ, പൂർണ്ണമായി മദ്യപിച്ചോളാം. അങ്ങനെയല്ല അതാണ് പ്രശ്നം. അതായത് പൂർണ്ണമായി ഈ മദ്യം അങ്ങ് ഒഴിവാക്കാൻ ഒരാളോടും പറയാൻ പറ്റില്ല. മദ്യപിക്കുന്ന ആളാണെങ്കിൽ അവർ ഇതെങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ കുറച്ചു കൊണ്ടുവരാന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന്റെ കാര്യം. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരാൾ തുടങ്ങി, ഇപ്പൊ ഞാനിതൊരു കുടിക്കാത്ത ആൾ, ഞാൻ തുടങ്ങിയെന്ന് വെച്ചോ, എനിക്കിത് റെസ്പോൺസിബിളി ഞാനിത് കുടിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര അഡിക്റ്റഡ് ആയി പോകും. നാട്ടില് മദ്യപാനം പൂർണ്ണമായി നിരോധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യക്തിപരമായിട്ട് മദ്യം വർജിക്കുക എന്നുള്ളതാണ്. അതിനും കഴിയാത്ത ഒരവസ്ഥയിൽ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് മദ്യപാനം പോകുന്നതിന് പകരം കുറച്ച് ശരീരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ഒറ്റ ദിവസം പോയിട്ട് നന്നായി കുടിക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് നിങ്ങൾ മദ്യം നിർത്താന്ന് പറഞ്ഞാൽ അയാളെ കൈവിട്ടു പോകും. പൂർണ്ണമായിട്ട് നിർത്താനാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ പോയിന്റ് അല്ലേ? ശരി, അപ്പൊ ഞാൻ ടോണി, ഈ സമൂഹത്തിൽ ഈ മാന്യതയുടെ കപടമുഖമണിഞ്ഞ് പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്, പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു, ഈ സംസ്ഥാന ലഹരി വിരുദ്ധ സേനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ വ്യാജരേഖയൊക്കെ ചോദിച്ച് നാട്ടിൽ നടക്കായിരുന്നു. വീട്ടിൽ പോയി ഒരു സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് MDMA പിടിച്ചു. പിന്നെ അതുപോലെ കൊച്ചിയിൽ നമ്മുടെ K. സുധാകരൻ MP വിളിച്ച ഒരു യോഗം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആൾ ഈ യോഗം കഴിഞ്ഞ് നേരെ പോയത് ബാറിലേക്കാണ്. അവിടെ പോയി തമ്മിലടി, ചുറ്റിയേക്ക് ഒരാളുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തു. തൂഫാന്റെ ചെക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു പോലീസുകാരൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ കുറെ ഉഡായ്പ ടീംസ് ഉണ്ട്. അപ്പോൾ ഈ കപടമുഖം, അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ സമൂഹത്തിന് പറ്റാതെ പോകുന്നുണ്ട്. കപടമുഖം ഈ പറഞ്ഞ മദ്യപാനമോ ഇതുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുന്നവരെ എന്ത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് അവർക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിൻ്റെ മറവിൽ അതിൻ്റെ വോളണ്ടിയർ എന്നുള്ള രീതിയിലൊക്കെ നടന്നിട്ട് ഇതിൻ്റെ കച്ചവടം നടത്തുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു ടീഷർട്ട് ഇട്ട് നടന്നാൽ ഉറപ്പായിട്ട് ഇവന് ഇത് ഉപയോഗിക്കുകയായിരുന്നു, ഇതിനെതിരെയുള്ള ആളെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇപ്പോൾ ആ തരത്തിൽ ആൾക്കാർ അതിനെ ഒരു മറയാക്കി കൊണ്ടുനടക്കുന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഭാവന, ഈ ലഹരിയുമായിട്ടേ ഈ ജെൻസികൾ എന്ന് പറഞ്ഞാൽ അവന്മാർ കഞ്ചാവാ അല്ലെങ്കിൽ അവളുമാർ കഞ്ചാവാ എന്നൊരു രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്ത്, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ ലഹരി കേരളത്തിലേക്ക് വരുന്നതിൽ ഭൂരിപക്ഷം ഒഴുകുന്നത് കോളേജുകളിലേക്കാണ്, സ്കൂളുകളിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയാണ്, ഭയങ്കര ചെറിയ സ്കൂളിൽ വാട്ടർ ബോട്ടിലിൽ വ്യാജ മദ്യമായിട്ട് വരികയാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ. എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും കൊണ്ട് പൈസ മേടിച്ച് വിൽക്കുന്നു, എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ ഈ കഞ്ചാവ് ബീഡിയും കഞ്ചാവ് സിഗരറ്റും കഞ്ചാവും ഒക്കെ
ആയിട്ട് ഒരുപാട് ആളുകൾ ഈ സ്കൂളിന് ചുറ്റും വട്ടം കറങ്ങുന്നു, ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ആളുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ജെൻസി കഞ്ചാവാണെന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ ജനറേഷൻ, എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ആ കാലഘട്ടങ്ങളിൽ ഇപ്പം ഇവർ ജെൻസി സിന്തറ്റിക് ആണെന്ന് പറയുന്നത്, മദ്യമൊന്നുമല്ല സിന്തറ്റിക് ആണെന്ന് പറയുന്നത്. ആ രാസലഹരിക്ക് പിന്നാലെയാണ് ഈ പിള്ളേരെല്ലാം നശിച്ചു എന്നുള്ള രീതിയിലാണ്. ജനറേഷൻ ആയിരുന്നു കഞ്ചാവ്. അതെ അതെ, ഇപ്പൊ രാസലഹരിയാണ്. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോ കാലം കഴിയുമ്പോഴും പുതിയ പുതിയ ഡ്രഗ്സ് വരും. ഇപ്പൊ പണ്ട് ബീഡി, മുറുക്കാൻ ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറിന്റെ ഭാഗം കൂടിയായിരുന്നു പലരുടെ, അല്ലെ? പല വീടുകളിൽ എന്റെ അമ്മൂമ്മയൊക്കെ മുറുക്കാൻ ആയിരുന്നു. ഇന്നായിരുന്നെങ്കിൽ അമ്മുമ്മ MDMA അടിച്ചു. അല്ല, നമ്മൾ ചുമ്മാ പറഞ്ഞു വരുമ്പോ അപ്പൊ ആ രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നതാണ്. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഈ പറയുന്ന ട്രെൻഡിങ് ആവുന്ന അന്നത്തെ ഡ്രഗ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അത് യൂസ് കുറച്ച് മുടി വളർത്തിയ ആളുകളെ നോക്കിയിട്ട് ജമൈക്കയുടെ ഇതിന്റെ ഫ്ലാഗ് വെച്ചവര്, ബോമർലിയുടെ പോലെ മുടി നീട്ടി വളർത്തിയവര്, അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ കഞ്ചാവാണത് ഇറക്കി വിട്ടിരുന്നു. അത് ഭയങ്കര അന്നത്തെ സമയത്തെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാ കാലത്തും ലഹരിയുണ്ട്, എല്ലാ കാലത്തും ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. ഈ ജെൻസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായി അവരെ മുദ്ര കുത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജെൻസി അങ്ങനെ ചെയ്യുന്നു, ജെൻസി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ജെൻസിയല്ലേ, ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ജെൻസിയല്ലേ, ഞങ്ങളൊക്കെ 2000 ജെൻസി, ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ. ജെൻസിയല്ലേ? ഇവരൊക്കെ മറ്റേ മുറുക്കാൻ കാലമാണ്. അതാണ് ഇവിടുത്തെ വിഷയം. കാര്യം പറ. അപ്പൊ ലഹരിയുടെ ഒരു ഉപയോഗം ജെൻസിയിൽ അങ്ങനെ ഉണ്ടോ, കാര്യമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മുദ്ര കുത്തപ്പെടുന്നുണ്ടോ, അത് ജെൻസിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? ജെൻസിക്ക് വിഷമം, അവരങ്ങനെ വിഷമിക്കുന്ന ഒരു തലമുറയാണെന്ന് എനിക്ക് തോന്നില്ല. ഞങ്ങളെ പോലുള്ള ജെൻസി വിഷമിക്കുന്ന തലമുറ എനിക്ക് തോന്നില്ല. ഇവിടെ ആരും ഞാൻ ജെൻസിയാണ് മാനസികമായിട്ട്. പിന്നെ ഇതിനെ മുദ്ര കുത്തപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്, ഇപ്പം സിന്തറ്റിക് ആണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ വാഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് ഹാഷറും ഗ്യാങ്ങും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തന്നെത്താനെ ഒരു തീരുമാനം എടുക്കാതെ വരുന്നത്. സിന്തറ്റിക് ആണെങ്കിൽ സിന്തറ്റിക്കിന്റെ കാര്യമല്ല പറഞ്ഞത്, അല്ലാതെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ഡ്രഗ് യൂസ് ചെയ്യുന്നു, അതിലേക്ക് പോയി പെടുന്നു. കുട്ടേട്ടനെ കാണുന്നുണ്ട് നമ്മൾ വാഴ സിനിമയ്ക്കകത്ത്. ഇതേപോലെയുള്ള കുട്ടേട്ടന്മാർ ശരിക്കും ഞാനൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ സ്കൂളുകൾക്കിടയിൽ അടുത്തായിട്ട് ഇതേപോലെയുള്ള ചെറിയ കടകളുണ്ട്. എല്ലാ സ്കൂളിന്റെ അടുത്ത് കുട്ടേട്ടന്മാരുണ്ട്. ഒരു ചെറിയ ചായക്കട, എല്ലാ കടകളെയും ഞാൻ അതും ജനറലൈസ് ചെയ്യല്ല, പക്ഷെ അങ്ങനെ കുട്ടേട്ടന്മാരുണ്ട്. ഈ കുട്ടേട്ടന്മാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു എൽഡർ ബ്രദർ എന്നുള്ള രീതിയിൽ ഇവർ ഈ കുട്ടികൾക്ക് ഒരു ഭയങ്കര എന്താണ് ഐഡിയൽ മാൻ ആയിരിക്കും. അപ്പൊ ഇത് വിൽക്കുന്ന ഇവരെന്ത് ചെയ്യുന്നു, പതുക്കെ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്തേക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കഞ്ചാവ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരൊന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് പാടെ ഉപേക്ഷിക്കുകയാണ്. ഇത് വളരെ പ്രോബ്ലമാറ്റിക് ആണെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന വളരെ ചെറുപ്പ ആൾക്കാരുടെ, ഈ കേസിൽ മാത്രമല്ല പല കേസിലും പിടിക്കപ്പെടുന്ന ആൾക്കാരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു കൾച്ചർ മുന്നേ ഉണ്ടായിരുന്നല്ലേ. അതിന് ഇപ്പൊ ഈ അടുത്തായിട്ട് എന്തെങ്കിലും നിയന്ത്രണം വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ ആ സമയത്തൊക്കെ പലപ്പോഴും ഒറ്റ തവണ കുറ്റം ചെയ്തു പോയി, ശരിയാണ്. അതിന്റെ പേരിൽ ശിക്ഷ എന്ന് പറഞ്ഞാലൊക്കെ ഈ ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്ന എല്ലാം ഒരു കറക്ഷൻ ഹോമാണ് ജയില്, അല്ലാണ്ട് തടവ് ശിക്ഷ. കറക്ഷൻ നടക്കാനുള്ള സ്പേസ് ഇല്ലാത്താകും വിധം ഇവരുടെ മുഴുവൻ അത് വീഡിയോസ് ഇടുക, അത് വൈറൽ ആവുക. പിന്നെ ഈ മനുഷ്യനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒരു 16-17 വയസ്സ് ആ രീതിയിൽ സൂയിസൈഡ് ചെയ്ത ഒരാളെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ആ കുട്ടീനെ കഞ്ചാവ് കേസിൽ പിടിച്ചു, അയാളുടെ ഫോട്ടോയും ന്യൂസും വന്നു. പിന്നീട് അയാൾ തിരിച്ച് ചെയ്യില്ല, അവൻ്റെ അമ്മയ്ക്ക് വരെ അവൻ വാക്ക് കൊടുത്തിട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവന്റെ വേണ്ടപ്പെട്ട ആളുകൾ അവനെ ഉപേക്ഷിച്ച് പോയി. അവൻ ഒരുപാട് തിരിച്ചു വരാൻ നോക്കി, പക്ഷെ അവനെ സാധിച്ചില്ല, സൂയിസൈഡ് ചെയ്തു. ഇതിന്റെ ഒരു വേറൊരു വേഷം ഞാൻ പറയട്ടെ. ഇപ്പൊ ഇവര് പറയുന്നത് ജെൻസിയുടെ വിഷമത്തെ പറ്റിയാണല്ലോ, പക്ഷെ ഞാൻ കൂടുതൽ ഇപ്പൊ കാണുന്നത് ഈ പറഞ്ഞ പണ്ടൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്ന ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഞാനത് അങ്ങനെ പറയും, എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഈ പറഞ്ഞാൽ. പക്ഷെ ഇപ്പം കുറെ പേര് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ അതിന്റെ അതൊരു മാസമായി, പിന്നെ എനിക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ലൈസൻസ് ആയെന്നുള്ള രീതിയിൽ കുറെ പേര് ഒരുപാടുണ്ട്. അത് നമ്മളതിനെ കാണാത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പം ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതൽ ഇതുപോലെ വർക്ക് കിട്ടുന്നുള്ള രീതിയിലായി. ഇതിനി ഈ പറഞ്ഞ ഒരു കഞ്ചാവ് വിറ്റ ആൾക്ക് നാളെ സിന്തറ്റിക് വെക്കാനുള്ള ഒരു ഓർഡർ കിട്ടും. എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അടിച്ച് എല്ലാം പോയിട്ട് എന്തോ ആയിക്കോട്ടെ മേലാകാശം താഴെ ഭൂമി നടക്കുന്ന ആളുകളെ അങ്ങനെ ചെയ്യാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ജെൻസി ഭയങ്കരമായിട്ട്, ജെൻസി ആയിക്കോട്ടെ മില്ലേനിയൽ, ഇപ്പം 90s കിഡ്സിന്റെ ആൾക്കാരായിക്കോട്ടെ, അവർ ജെൻസിനെ കണ്ടിട്ടാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട്, ഇപ്പം ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഓയിൽ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സ്നാക്സ് ഒഴിവാക്കുക, ഷുഗർ ഫ്രീ എന്ന് പറയുന്ന എന്തെങ്കിലും അത്തരമുള്ള ഒരുപാട് ഹെൽത്തി ഹാബിറ്റ്സ് മില്ലേനിയൽ
മെറ്റീരിയൽസ് പഠിച്ചത് ജെൻസിയുടെ അടുത്തു നിന്നാണ്. അതായത് ഈ MDMA ആണ് രാസലഹരിയാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്ന അതേ ജെൻസിയുടെ അടുത്ത് തന്നെ വളരെയധികം ഹെൽത്തി ഹാബിറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരാ മുദ്ര കുത്തുന്നതിൽ വളരെയധികം കോൺട്രഡിക്ഷൻ ഉണ്ട്. ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു 30കൾക്ക് ശേഷം എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നവരാണ് 90സിലുള്ള എല്ലാവരും. പക്ഷേ 20 വയസ്സിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ 20ആം വയസ്സ് തൊട്ട് എക്സസൈസ് കൃത്യമായി പോകുന്ന, ജിമ്മിൽ പോകുന്ന ഒക്കെ ഉണ്ട് ജെൻസികൾ. അപ്പം ജെൻസികളെ അങ്ങനെ ജനറലൈസ് ചെയ്ത് അപമാനിക്കാൻ കാര്യമില്ല, അത് നമ്മൾ സമ്മതിക്കില്ല. ഇനി കുട്ടികളുടെ കാര്യമാണെങ്കിൽ തെറ്റുപറ്റാൻ കുട്ടികളാണ്, പക്ഷെ തിരുത്താനുള്ള അവസരം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്, അവരെ തള്ളിക്കളയാതിരിക്കുക. അപ്പോൾ ഈ സിനിമ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിയായിട്ട് ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സിഗരറ്റ് വലിക്കുന്ന കേസിൽ തുടങ്ങാം. ഇപ്പോൾ ഒരു നായകനായാലും വില്ലനായാലും അയാൾ മാസ് കാണിക്കുന്നത് ഈ പറഞ്ഞ സിഗരറ്റ് കത്തിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഈ കാണുന്ന ഈ പറഞ്ഞ ജെൻസിക്കല്ല, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും ഞാൻ പറഞ്ഞ അതൊരു ഇനി മാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിഗരറ്റ് വലിക്കുന്ന എന്നൊരു തോട്ട് വരും. അപ്പൊ അത് ഈ പറഞ്ഞ നായകൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, നായകൻ മദ്യപിക്കുന്നുണ്ട്, നായകൻ കഞ്ചാവ് അടിക്കുന്നുണ്ട്, നായകന്റെ ഒരു പരിവേഷം അതിൽ നിന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ, അങ്ങനെ ചിന്ത ഉണ്ടോ? സിനിമ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നിങ്ങൾ സൊസൈറ്റിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിത്രീകരിക്കുന്ന ഒരു പാഠപുസ്തകമല്ല സിനിമ. സിനിമ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന, കല എന്ന് പറയുന്നത് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തോട് അത്രയും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നിങ്ങളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ സിനിമയിലും കാണിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിന് ഹീറോയിക് പരിവേഷം കൊടുക്കണോ, അതിനെ ഏത് ആംഗിളിൽ അവതരിപ്പിക്കണോ എന്നുള്ളത് ഒരു കലാകാരനെ സെലക്ട് ചെയ്തിട്ട് ചേർത്ത് തന്നെ ഞാൻ പറയാം. അതായത് സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സമൂഹത്തിന്റെ നടക്കുന്ന ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്ന മീഡിയം തന്നെയാണ്. എന്താണ് അവിടെ ആർട്ടിസ്റ്റിക് ഫ്രീഡവും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അർജുൻ റെഡ്ഡി പോലെയുള്ള പല സിനിമകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നായികയെ അടിക്കുന്നത് അല്ലെങ്കിൽ നായികയോട് ഏറ്റവും മോശമായി നിന്ന് പെരുമാറിയാലും അതിനൊരു ഹീറോയിസമാണ്, അതൊരു ഹീറോയിസം ആണെന്ന് കാണിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, വളരെ മോശമായി തന്റെ പാർട്ട്ണറിനോട് പെരുമാറുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അയാൾ ഒരു മാസാണ്, ക്ലാസ് ആണ്, സിഗരറ്റും വലിച്ച് 2 അടിയും കൊടുത്ത് എന്താണ് നായിക 4 പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അടിപൊളിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ്. പിന്നെ ഈ ടോണി പറഞ്ഞൊരു കാര്യമുണ്ട്, നായകൻ സിഗരറ്റ് വലിച്ചു വരുന്നത് കണ്ട് അതിൻ്റെ അത് ഹീറോയിക് പരിവേഷമായിട്ട് കണ്ട് എന്താണ് ഓക്കെ ഇതൊരു ഹീറോ മെറ്റീരിയലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അപ്പം ഞാൻ വലിച്ചാലും ഇതാവുമെന്ന് കാണുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ചെറിയ പ്രായത്തിലാണ്, ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഹണീബി സിനിമ, നമ്മുടെ ആസിഫലിയുടെ ഹണീബി സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു അധികമല്ല, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എങ്കിലും. അപ്പോൾ ആ സമയത്ത് ആ ഒരു സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കൊള്ളാലോ, ഈ സംഭവം ഒന്ന് വലിച്ചു നോക്കിയാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വലിച്ചിട്ടില്ല. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ സ്ത്രീകൾ ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന്, അല്ലെങ്കിൽ പുരുഷൻ ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി വലുത്, അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പ് ഇതിലുണ്ടോ? വലിപ്പച്ചെറുപ്പത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത് പുരുഷന് ലഹരി ഉപയോഗിക്കാം, ആണല്ലേ 2 അടിച്ചെന്ന് വെച്ചാൽ എന്തുവാ എന്ന് പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാവന പറഞ്ഞതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ സ്ത്രീ വരുന്ന സമയത്ത് അതിനെ അത് റയർ എന്നുള്ളൊരു സാധനമുണ്ട്. റയർ എന്നുള്ളത് കൊണ്ട് ചിലപ്പം അതിന് കിട്ടുന്ന പ്രാധാന്യത്തിൻ്റെ അപ്പുറത്തേക്ക് അതിൽ മെയിൻ, ഇപ്പം പല കേസുകൾ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് മെയിൻ പ്രതിയുടെ പേര് അറിയുണ്ടാവില്ല. പക്ഷെ അതിനകത്ത് ഒരൊറ്റ സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ പേര്, നാള്, വീട്, മുഴുവൻ കഥയും നമുക്ക് അറിയുന്നുണ്ടാവും. ലാസ്റ്റ് ഒരു പോയിന്റാണ്, ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഇപ്പോൾ നികുതി കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബക്കാടിയൊക്കെ ഇനി സുലഭമായിട്ട് വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ വില കുറയുമ്പോൾ വാങ്ങാൻ ആളുകളുണ്ടാവും. ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, റെഡി ടു ഡ്രിങ്ക്. അതായത് നമ്മൾ ഈ ഒരു കോളയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സോഡ വാങ്ങിച്ച് കുടിക്കുന്ന പോലെ വാങ്ങിക്കുക, കുടിക്കുക, ആ രീതിയിലേക്കുള്ളൊരു ഓപ്ഷൻ ഒരു സാധ്യത ഈ ഒരു ഇതിൽ കൊണ്ട് കാണുന്നുണ്ട്. അതൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വരണോ, വേണോ, വേണ്ട? വന്നാൽ കൊള്ളാം, വേണ്ടണം, ഓക്കെ. അവൈലബിലിറ്റി കൂടിയുള്ള പ്രശ്നം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. അതിപ്പം നമ്മൾ ഇപ്പം ഈ പെപ്സി ഒക്കെ കിട്ടുന്ന പോലെ ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് എടുത്ത് കുടിക്കാവുന്ന രീതിയിൽ ലിക്കർ അവൈലബിൾ ആവുകയെന്ന് വെച്ചാൽ കേരളത്തിൽ. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്നാ എല്ലാവരും ഉപയോഗിക്കും. അപ്പൊ അതിനകത്തൊരു പ്രശ്നം കൂടുതലായിട്ട് അല്ലേ, ആൾക്കാർക്ക് അതിനോടൊരു അറപ്പങ്ങ് മാറും, നോർമൽ ആവും. 42% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കഴിക്കണേക്കാളും മേ ബി ഇതുവരെ 20% അത് ഓപ്പൺലി പറയാം. സർക്കാർ പക്ഷേ ഈ മദ്യം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് കാണുന്നതിൽ ഒരു വലിയ പ്രശ്നമില്ലേ? മദ്യമാണ് നമുക്ക് അതിനെ ഇനി തിരുത്തുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ. മദ്യനിരോധനത്തിന്റെ ആവശ്യമുണ്ടോ? മദ്യനിരോധനം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു റിയാലിറ്റിയാണ്. അതായത് മദ്യം പെട്ടെന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പല സാധനങ്ങളും ഇങ്ങോട്ടേക്ക്. കോവിഡ് കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാജമദ്യം പിടിക്കുന്നത് വാറ്റാൻ തുടങ്ങിയ ആളുകൾ, വ്യാജമദ്യ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സിന്തറ്റിക് ഒക്കെ ഏറ്റവും കൂടുതൽ ഒഴുകിയത് കോവിഡ് കാലത്തിലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു
സംഭവത്തെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ വേറെ പലതിനെയും തേടി പോകും. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകും. മദ്യനിരോധനം ഇല്ല. ചെയ്യാൻ പറ്റും. അത് പോസിബിൾ യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്വറ അവസാനിപ്പിക്കാൻ സമയമായി. ലഹരി ആയിരുന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലഹരി ഉണ്ടായിരുന്നു എല്ലാവർക്കും, അല്ലേ? ഒരു ആവേശം ഉണ്ടായിരുന്നു. എവിടെയോ തുടങ്ങി നമ്മൾ എവിടെയോ ചെന്ന് അവസാനിച്ചു. അപ്പോൾ അടുത്ത ദിവസം സ്വറയുമായിട്ട് നമുക്ക് സംതിങ് റാഷണൽ ആയിട്ട് വീണ്ടും കാണാം, അല്ലേ? വീണ്ടും കാണാം.